ഈ ഓണത്തിന് നമുക്ക് മുല്ലപ്പൂ കിട്ടാത്തിടത്തൊക്കെ ഇങ്ങനെ മുല്ലപ്പൂ ഉണ്ടാക്കി ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ നാലായിട്ട് മടക്കി അതിനെ വീണ്ടും ഒന്നുകൂടെ മടക്കിയതിന് ശേഷം ഇതിൻ്റെ ആ കോണൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഇതിന് നല്ല കുറച്ച് ക്ഷമ വേണം. ഇതിങ്ങനെ ആക്കിയെടുത്ത് രണ്ടായിട്ട് എടുത്ത് വീണ്ടും ഒന്നുകൂടെ കട്ട് ചെയ്ത് അതിനെ കുറച്ച് മുല്ലപ്പൂ ആക്കുന്ന രീതിയിൽ മുല്ലപ്പൂവിൻ്റെ ഒരു ഷേപ്പിൽ നമുക്കിങ്ങനെ ഇങ്ങനെ ആക്കിയെടുത്ത് ഇതിന് നമുക്കൊരു മാലയായിട്ട് നമുക്ക് കോർക്കാം. നൂലൊക്കെ എടുത്ത് മുല്ലപ്പൂ കോർക്കുന്ന പോലെ തന്നെ നമുക്ക് മുല്ലപ്പൂ കോർത്ത് എടുക്കാവുന്നതാണ്. നല്ല രസമായിട്ട് നമുക്കൊരു മാലയാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതേ ടിഷ്യൂ വെച്ചിട്ട് നമുക്ക് മുല്ലപ്പൂവിൻ്റെ മൊട്ടുണ്ടാക്കിയെടുക്കാം. ഒരു സ്റ്റിക്ക് വെച്ച് ഇതിങ്ങനെ എടുത്ത് വീണ്ടും ഒരു ഇതോടെ അറൗണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എടുത്ത് അതിനൊരു ഗ്രീൻ കളർ നമുക്ക് അതിൻ്റെ തണ്ടിന് കൊടുത്ത് നല്ലൊരു മുട്ടിൻ്റെ രീതിയിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇൻഡോറിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മുല്ലപ്പൂ മാല, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു നല്ല ഇതായിട്ട് നമുക്ക് ജാസ്മിൻ സ്പ്രേയൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു സ്മെല്ലും കൂടെ വന്നു കഴിഞ്ഞാൽ മുല്ലപ്പൂ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മഴയുള്ളിടത്തും വെള്ളം വീഴുന്നിടത്തും ഒന്നും ഇത് യൂസ് ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ ആ പച്ച കളറൊക്കെ നമ്മുടെ ഡ്രസ്സിലാകും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണ്. എല്ലാവരും കമൻറ്റ് ഇടുക.